അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അബൂ ദർദ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിത്തുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല ഫറഗ ഇലാ കുല്ലി അബ്ദിൻ മിൻ ഖൽഖിഹി മിൻ ഖംസിൻ. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല തൻ്റെ സൃഷ്ടികൾ നിന്നിട്ട് 5 കാര്യത്തിൽ വിരമിച്ചിട്ടായിട്ട് നിങ്ങൾ 5 കാര്യം അള്ളാഹു തീരുമാനിച്ചിട്ടായിട്ട് പണ്ടേ തീരുമാനിച്ചിട്ടായിട്ട് അതിൽ മനുഷ്യന്മാർ പിന്നെ വെറുതെയും ദഖൽ കൊടുക്കരുത്, അഥവാ ചർച്ച ആക്കരുത്, വിമർശാക്കരുത്. ആവശ്യമുണ്ടല്ല. അള്ളാഹുടെ തീരുമാനം മുന്നരേ വന്നിട്ടായിരുന്നു. ഒന്ന് മിൻ അജലിഹി, അവൻ്റെ ആയുസ്, അവൻ്റെ മരിക്കുന്ന ടൈം അത് മുന്നരേ അള്ളാഹു തീരുമാനിച്ചിട്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അജൽ വന്നപ്പോൾ ഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. മനുഷ്യരെ മരിക്കുന്ന ടൈം വന്നെങ്കിൽ അത് മുന്തിക്കപ്പെട്ടില്ല, പിന്തിക്കപ്പെട്ടതുമില്ല. അപ്പോൾ ആ ഒരു ടൈം വന്നതുകൊണ്ട് ആ ടൈം മനുഷ്യൻ മരിക്കൊനെ അത് ഡോക്ടർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും സാധ്യമല്ല. ഞങ്ങൾ പല ആൾമാർക്കും പല ചർച്ച ആ വിഷയത്തിൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ, ഈ ആസ്പത്രിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ ബച്ചവാവന്ത, അല്ലെങ്കിൽ ഈ ഡോക്ടർ കാട്ടെങ്കിൽ അവൻ ബച്ചവാവന്ത, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നോട്ട് കൊണ്ടുപോയി അവൻ ബച്ചവാവന്ത. ഇങ്ങനത്തെ എല്ലാം ഞങ്ങൾ ചർച്ച ആക്കുന്നുണ്ട്. അത് പറ്റൊരു ജഹൽ തറായിട്ടിക്കട്. വാസ്തവത്തിൽ അള്ളാഹു അവർക്ക് ആയുസ് അത്ര വെച്ചിട്ടായിട്ട് അതുകൊണ്ടും അതൊരു വിഷയത്തിൽ അള്ളാഹുടെ തീരുമാനം മുന്നരേ വന്നതുകൊണ്ടും മനുഷ്യന്മാരായ ഞങ്ങൾ വെറുതെയും അതിന് അനാവശ്യമായിട്ട് ചർച്ച ആക്കുന്നതായിട്ട് കിട്ടും. അമലിഹി, അതുപോലെ ഒരു മനുഷ്യൻ എത്ര ദുനിയാവിൽ അമൽ ചെയ്യാന്ന് വെച്ചുള്ളത് മുന്നരേ അള്ളാഹു തീരുമാനിച്ചിട്ടായിട്ട് അവൻ എത്ര ഫർദ് നിസ്കരിക്കണം, എത്ര സുന്നത്ത് നിസ്കരിക്കണം, എത്ര സിക്ർ ചൊല്ലണം, എത്ര സ്വലാത്ത് ചൊല്ലണം പണ്ടേ തീരുമാനമായിട്ടായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും സ്വലാത്ത് ചൊല്ലവോ നിസ്കരിക്കോ ഖുർആൻ ഓതോ ഭാഗ്യം കിട്ടിയെങ്കിൽ അവൻ സ്വയമായിട്ട് അഹങ്കരിക്കണ്ട. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അവൻ അഹങ്കരിക്കണ്ട. അത് അള്ളാഹു മുന്നേ തീരുമാനിച്ചത് കൊണ്ട് അവൻ കഴിഞ്ഞിട്ടുള്ളാണ്ട് അത്രേ. അപ്പോൾ അതൊക്കെ അവൻ അള്ളാഹു സ്തുതിക്കാണ്ട് മാത്രം. അല്ലാണ്ട് നാനൊരു വലിയ ഖുർആൻ ഓത്തുകാര, നാ വലിയ ഇബാദത്തുകാര, നാ വലിയൊരു സഹായാക്കട ആൾ, ഇങ്ങനൊന്നും ആരും വിചാരിക്കരുത്. അത് അവൻ്റെ പൊട്ടത്തറായിട്ടിക്കട്, അവൻ്റെ ജഹൽ തറായിട്ടിക്കട്. വാസ്തവത്തിൽ അത് ആ വിഷയത്തിൽ അവൻ അഹങ്കരിക്കുന്ന ബദൽ അള്ളാഹുടെ പിന്നെയും സ്തുതിക്കുക നോക്കാണ്ടല്ലാണ്ട് അത് അഹങ്കരിക്കുന്നത് അവൻ്റെ ജഹൽ തറാണ്ട് ചെല്ലാം. ഓ മൽജഹി, അതുപോലെ അവൻ്റെ കിടപ്പസ്ഥലം അവൻ ദുനിയാവിൽ എവിടെല്ലാം കിടക്കണം അതെല്ലാം അള്ളാഹു മുന്നേ തീരുമാനിച്ചത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹല്ലു ഖബ്രിഹി, അവൻ്റെ ഖബറായിട്ട് ഉദ്ദേശിക്കുന്നത് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അവസാനം അവൻ്റെ കിടപ്പസ്ഥലം എവിടെ, അവൻ എവിടെ ആയിരിക്കും ലാസ്റ്റ് അന്തിമ അവൻ്റെ സ്ഥാനം, പിന്നെ അവൻ പാർക്കുന്ന സ്ഥലം അത് മുന്നേ തീരുമാനിച്ചതായിരിക്കും. അവൻ്റെ ഖബർ എവിടെയാണ് അള്ളാഹു തീരുമാനിച്ചത്. നാളെ ഖബർ എവിടെയാണ് ഞങ്ങൾ ഓരോരുത്തർ ഖബറിയെ പക്കത്ത് അള്ളാഹു തീരുമാനിച്ചിട്ടായതായിരിക്കും. ചില മനുഷ്യന്മാർ റായത്തിലേ ഇക്കിടാറ്, പെട്ടെന്നൊരു വിസ വന്ന് ഗൾഫ് കൊണ്ടാറ്, അവിടെ ആയിരിക്കണം മരണം. അപ്പോൾ മക്കത്തില മദീനത്തെ ഇവിടെ മറപ്പെട്ട് കിടക്കിടാറ്. അത് അങ്ങനെ ഖബർ അവിടെ ആയിരിക്കും. അതുപോലെ ചില മനുഷ്യന്മാർ ഗൾഫിൽ ഇക്കിടാറ് കുറേ വർഷം, പെട്ടെന്ന് റായത്ത് പറയുമെന്നോ മനസ്സാവിടും. റായത്ത് വന്നാൽ പെട്ടെന്ന് റായത്തിൽ മരണമായിട്ട്, റായത്തിൽ അങ്ങനെ ഖബറായിട്ട്. ഓരോ മനുഷ്യരെ അവൻ്റെ എവിടെയായിരിക്കും സൃഷ്ടിച്ചിട്ട് അവൻ്റെ മണ്ണിലായിട്ട് സൃഷ്ടിച്ച് അതേ മണ്ണിലേക്ക് അവനെ മടക്കപ്പെടും അല്ലേ. മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും മിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാശന്തല്ലേ. അപ്പോൾ ഈ മണ്ണിൻ്റെ സൃഷ്ടിച്ചിട്ട് ആ മണ്ണിലേക്കാണ് നിന്നെ മടക്കിയിട്ടുള്ള. ഈ മണ്ണിൽ നിന്നിട്ട് വീണ്ടും രണ്ടാമതായിട്ട് അള്ളാഹുലേക്ക് ഞങ്ങൾ യാത്രയാക്കുന്നുണ്ട് അള്ളാഹു ചെന്നല്ലേ. അപ്പോൾ ഈ പിന്നെ അവൻ ഈ പ്രദേശത്തെ മണ്ണിലായിട്ട് കൊണ്ട് സൃഷ്ടിച്ച് അതേ മണ്ണിലേക്ക് അവൻ എത്തണോ. അപ്പോൾ ഖബർസ്ഥാൻ്റെ വിഷയത്തിൽ കരട്ടാക്കണം ഉള്ളാർ, ഇവിടെ കടത്തോ അവിടെ മടക്കണം, ഇവിടെ അടക്കണം. വെറുതെ ചർച്ച അള്ളാഹുടെ തീരുമാനം മുന്നലേ വന്നിട്ടായിരുന്നു. അതുപോലെ റിസ്ക്, അവൻ്റെ റിസ്ക് അവൻ എത്ര തിന്നണം, അവൻ്റെ പിന്നെ ഒരു ആയുസ്സിൽ ഇത്ര അവന് ഭക്ഷണം തിന്നുകൊണ്ട് ഇത്ര അവന് ചോറ് ഉണ്ണുകൊണ്ടുകൊണ്ട് അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ അതിനായിട്ട് ഒരു ചോറ് ആരെ തിന്നുപോകില്ല, കുറോട് തിന്നാവില്ല. അപ്പോൾ അത് മുന്നേ തീരുമാനിച്ചത്. അപ്പോൾ കിട്ടിയതും നിങ്ങൾക്ക് ഹലാലായിട്ട് തിന്നവും പ്രയത്നാക്കുക. ഹറാമുടെ വിധത്തിൽ പോയെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിട്ട്. കാരണം നീ ഹലാലായിട്ട് നൈ അല്ലെങ്കിൽ നീ ഹറാമായിട്ട് നൈ
അള്ളാഹു നിനക്ക് തന്നത് തണ്ടനെ, അള്ളാഹു നിനക്ക് നിശ്ചയിച്ച് നീ കിട്ടേ, പിന്നെ നീ എന്ത് വിദ്യ ഹറാമിൻ്റെ വിരത്തിൽ പോകണം. ഇങ്ങനെയുള്ളൊരു ഈമാൻ നമുക്ക് വേണോ. അസരിഹി അതുപോലെ അവൻ്റെ ഹറക്കാത്തുങ്ങ സക്കനാത്തുങ്ങ ചെന്നെങ്കിൽ അവൻ്റെ എല്ലാ നീക്ക് പോക്കുങ്ങ, അവൻ എവിടേക്ക് പോകണം എവിടേക്ക് പറയണു, ഇതെല്ലാം മുന്നേ തീരുമാനിച്ചത്. ഒരു മങ്ങിത്ത് ഒരാളെ വിളിച്ചിട്ട് അയാൾ വന്നില്ലേ, ഓ അയാൾ വന്നില്ലല്ലേ എന്നിട്ട് അള്ളാഹു അയാളെ ബറവ് അള്ളാഹുടെ തീരുമാനം മുന്നേ ഇല്ലാണ്ടാകുമ്പോൾ ഞങ്ങൾ ബെദ്ദും അത് ബേജാറാക്കി ചർച്ചയായി കാര്യം എന്തില്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ അവൻ അങ്ങനെ ആക്കിയല്ലേ, അവനിങ്ങനെ ആക്കിയല്ലേ, അവനൊക്കെ ദോക്കാക്കിയല്ലേ, എന്നൊക്കെ വഞ്ചനാക്കിയല്ലേ, അള്ളാഹുടെ തീരുമാനം മുന്നേ അവൻ വഞ്ചനാക്കോ ഇന്നിട്ട് അപ്പോൾ അതിൽ ചർച്ച വെറുതെ കയറ്റിക്കിട് ജാനമാർ മൗനിയായിട്ടിക്കിടാറ്. പക്ഷേ നിങ്ങൾ ഔലിയാക്കന്മാർ മഹാന്മാരെല്ലാം ഈ വിഷയത്തിൽ പറ്റ മൗന. അവൻ ഒത്തുണ്ട് ഇതെല്ലാം അങ്ങനെ തൊന്നില്ല, നിങ്ങൾ വെറും ബൊമ്പെ പോലെ എല്ലാം കൈപ്പാട്ടണം അവനായിട്ടിക്കിട, അവൻ്റെ കയ്യിലായിട്ടിക്കിട എല്ലാം തീരുമാനം. അപ്പം ഞങ്ങൾ വെറുതെയും അതിൻ്റെ വിഷയത്തിൽ ചർച്ച ആക്കിയിട്ട് ഞങ്ങളെ സമയക്കല്ലല്ലാണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് നേടുക സാധ്യമില്ല. അള്ളാഹു ആ നിലക്ക് ഈമാനോട് കൂടി ജീവിച്ചിട്ട് ഈമാനോട് കൂടി മരിക്കും. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. ഞങ്ങളെല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പണ്ടതായ ആഫത്ത് മുസീബത്ത് ശരീഅത്തുള്ള പേടിക്കപ്പെട്ട എല്ലാ രോഗത്തെ തൊട്ട് ഈ ഹദീസിലെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് കാവൽ തരട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.